അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 3 kg വെയിറ്റ് വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ 2 ടയർ കേക്കാണ്. അത് കസ്റ്റമൈസ്ഡ് കേക്കാണ്. നമുക്ക് അടുത്ത് തന്നെയുള്ള വീട്ടിലത്തെ ഒരു കുട്ടീൻ്റെ ബർത്ത്ഡേ കേക്കാണ്. പിന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്പഞ്ച് 9 ഇഞ്ചിൻ്റെയും 6 ഇഞ്ചിൻ്റെയും 5 ഇഞ്ചിൻ്റെയാണ്. 9 ഇഞ്ചിൻ്റെയും 6 ഇഞ്ചിൻ്റെയാണ് നമുക്ക് വേണ്ടത്. കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, കണ്ടോ, നല്ല ഹൈറ്റും വന്നിട്ടുണ്ട്. ക്രീം ബീറ്റ് ചെയ്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വരണം. കണ്ടോ, ഇതുപോലെയാണ് ക്രീം ബീറ്റ് ചെയ്താൽ വരേണ്ടത്. ഇതാണ് ശരിക്കും ഇതിൻ്റെ സ്റ്റേജ്. നമ്മൾ സ്പോഞ്ച് 6 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഓരോന്നും 3 ലെയർ വെച്ചിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. കേക്ക് നമ്മൾ ഫ്രോസ്റ്റിംഗ് ചെയ്യാണ്. ഞാൻ അതിൽ സ്ട്രോബെറി ക്രഷ് ചെറുതായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ചോക്ലേറ്റ് ചിപ്സും ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും ചെറീസും ആണ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇനി ഒന്നും കൂടി പ്രീമിയം ആക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ ഇനിയും സാധനങ്ങൾ ചേർക്കാം കേട്ടോ. അവർക്ക് സാധാ മതി എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടുള്ളത്. ഇതന്നെ നമുക്ക് പ്രീമിയം ബ്ലാക്ക് ഫോറസ്റ്റ് ഉണ്ടാക്കാം. ഇത് ക്രം കോട്ട് ചെയ്യാണ് കേട്ടോ. ഫസ്റ്റത്തെ ക്രം കോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി സെക്കൻഡ് കേക്കും ഞാൻ അതിൻ്റെ ഫുള്ള് കോട്ടിങ്ങും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് കളറ് മിക്സ് ചെയ്യാം. 4 കളറാണ് മിക്സ് ചെയ്യേണ്ടത്. യെല്ലോ, ഗ്രീൻ, ബ്ലൂ, ഓറഞ്ച്. നമുക്കതിൽ ഈ പച്ച കളറാണ് നമുക്ക് കിട്ടുന്നത്. നല്ല രസമുള്ള കളറാണ് കേട്ടത്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ കളറ് കൊടുത്തിട്ട് നമ്മൾ കേക്ക് ഫ്രോസ്റ്റ് ചെയ്യാണ് കേട്ടോ. താഴത്തെ കേക്കാണ് അവർ ഈ കളറ് പറഞ്ഞിട്ടുള്ളത്. മുകളിലുള്ള കേക്ക് വൈറ്റ് മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവരുടെ തീം ഇതാണ്. അപ്പം മുകളിലെ കേക്ക് ഇതാണ് കേട്ടോ. നമ്മൾ മേലെ വെക്കുന്ന കേക്കിൻ്റെ എല്ലാ ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഫൈനൽ കോട്ടൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അത് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് സ്റ്റേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ ഞാൻ ക്രീം 2 പൈപ്പിംഗ് ബാഗിൽ വൈറ്റും ഗ്രീനും കൂടി 2 പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് പിന്നെന്താ പറയുക, നോസിൽ 2D നോസിലാണ് ഞാനതിൻ്റെ പൈപ്പിംഗ് ബാഗിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുള്ളത്. 2 പൈപ്പിംഗ് ബാഗിലാണ് കളറ് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഞാൻ ഇതിൻ്റെ ഈ താഴെയുള്ള കേക്കിൻ്റെ മുകൾ ഭാഗം ഗ്രീനും താഴെ ഭാഗം വൈറ്റും വരുന്ന രൂപത്തിലാണ് ഞാൻ ഇതിന് റോസറ്റാന്നാണ് പറയുക. ഈ ഫ്ലവർ ഞാൻ വരക്കണത് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അവരുടെ തീം ഇതാണ്. പിന്നെ മുകളിലുള്ള കേക്കിന് മുകളിൽ വൈറ്റും താഴെ ഗ്രീനുമാണ് വരേണ്ടത്. അങ്ങനെയാണ് ഞാനിത് ഡെക്കറേറ്റ് ചെയ്യുന്നത്. 2 ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ 2 ലൈനിൻ്റെ ഉള്ളിലുമാണ് ആ ഫ്ലവറൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ ആ നോസിലുകൊണ്ട് തന്നെ ചെറുതായിട്ടൊരു ചെറിയ ഫ്ലവറും ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുകൾ ഭാഗം അതുപോലെ തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട്. ഇനി നമുക്ക് ആ കേക്കിൻ്റെ സ്റ്റാക്ക് ചെയ്ത ഭാഗത്തും നോസിലുകൊണ്ടൊരു വർക്ക് കൊടുക്കുന്നുണ്ട്. വൈറ്റ് ഫോറസ്റ്റും ബ്ലാക്ക് ഫോറസ്റ്റും അതിൻ്റെ ഇടയിൽ ഓർഡർ ഉള്ളതായിരുന്നു. അപ്പോൾ അവർ വിളിച്ചപ്പോൾ ഈ കേക്ക് ഞാൻ എടുത്ത് വെച്ചിട്ട് ആ കേക്ക് പാക്ക് ചെയ്ത് കൊടുത്തത് പിന്നെ മോളാണ് കേട്ടോ. ഞാൻ അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് കൊടുക്കുന്നത് വേറെ നോസിലുകൊണ്ടൊരു ഫ്ലവറാണ്. കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ കസ്റ്റമർ. കുട്ടികൾക്ക് കൊടുക്കണ കേക്കായതുകൊണ്ട് ഞാൻ കളറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവർ വൈറ്റ് കേക്ക് മാത്രം കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനൊരു ബട്ടർഫ്ലൈയും ഒരു ബർത്ത്ഡേൻ്റെ സ്റ്റിക്കൊക്കെ വെച്ച് ഞാൻ കേക്ക് ഫിനിഷ് ചെയ്തു കേട്ടോ. കേക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. കളർ നല്ല ഇഷ്ടമായി എല്ലാവർക്കും. വീഡിയോ ഇഷ്ടമായാലും നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണാം. ഇതാണ് കേട്ടോ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇത്ര ഉള്ളൂ കേട്ടോ വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.